എൻ്റെ മനസ്സിലെ എക്സൈറ്റ്മെന്റ്, ഞാൻ കാത്തിരിക്കുന്ന ഒരു വണ്ടി അതേതാണെന്ന് വെറുതെ ഒന്ന് പറയാട്ടോ. ഓക്കെ, വാങ്ങാൻ പോകുന്നുണ്ടോന്നും അല്ലെങ്കിൽ വാങ്ങുന്നുണ്ടോ എന്നുള്ളതല്ല പറയുന്നത്. ഒരു വണ്ടി വാങ്ങാനുള്ള പ്ലാനൊന്നുമില്ല, എന്നാലും ഒരു ഓടിക്കാനുള്ള എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂനെയിൽ പോയിട്ടുണ്ടായിരുന്നു. പൂനെയിൽ ടാറ്റയുടെ ഫാക്ടറിയിൽ സംഭവം ഹാരിയർ EV വരുന്നുണ്ട്. അത് ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഹാരിയർ EV വരുന്നു എന്ന് പറയാനുള്ള ഒരു ബസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു EV പ്രോഗ്രാം അവർ ഹാരിയർ EV കൊണ്ട് കാണിച്ചു. കുറച്ച് അഭ്യാസങ്ങൾ ട്രാക്കിൽ ഒരു വലിയ റാമ്പുകളിലൂടെ ഓടിച്ച് ഇറക്കലൊക്കെ കാണിച്ചു. ഓൾ വീൽ ഡ്രൈവ് ആണ്, കാപ്പബിൾ ആണെന്ന് കാണിക്കാൻ ലക്ഷ്യം. ഒക്കെ എക്സൈറ്റിംഗ് ആണ്, കാത്തിരിക്കാം. മാത്രമല്ല ഒരു ചെറിയ ഫാക്ടറി ടൂറും അവർ തന്നു. ഹാരിയർ ഉണ്ടാക്കുന്ന ഫാക്ടറി, ബോഡി ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് ഹാരിയർ ഉടനെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉടനെ വരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ വരുന്ന വണ്ടികൾ ഏതൊക്കെയാണ്? കുറേ എണ്ണം EV ആണ്. EVകൾ വരുമ്പോൾ എന്താണ് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്നത്? എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് എന്താണ് ഞാൻ അവസാനം പറയാം. ഇതിലൊരു വണ്ടി എന്നെ ശരിക്കും എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വണ്ടി പ്രാന്തന്റെ പുതിയ വീഡിയോയിൽ ചില സ്വാഗതം. നമുക്ക് ഇനി വരുന്നൊരു വണ്ടികളുടെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ കാത്തിരിക്കുന്ന EVയിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കമ്പനി ആയിട്ടുള്ള നമ്മുടെ എൻ്റെ അല്ല, ഇന്ത്യക്കാരുടെ മാരുതി സുസുക്കി വിറ്റാരയ്ക്കാണ്. മാരുതി ഒരു ഇലക്ട്രിക് കാർ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ പല പ്രമുഖരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ത്യ ഇലക്ട്രിക് ആവുന്നൊക്കെ. അതിലേക്ക് ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. വിറ്റാരയ്ക്ക് ഒരു 18 മുതൽ 24 ലക്ഷം രൂപ വരെയൊക്കെയാണ് എക്സ്പെക്റ്റഡ് പ്രൈസ് കണ്ടത് നമ്മൾ സെർച്ചിൽ. എനിക്ക് തോന്നുന്നത് ഒരു 17 ലക്ഷം രൂപയുടെ മുകളിലൊക്കെ വില ഉണ്ടാവും തന്നെയാണ്. എന്നാലും വിറ്റാര വരുമ്പോൾ കാത്തിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് പവർ ഫിഗറാണ്, ഒന്നെന്ന് പറയുന്നത് റേഞ്ചാണ്. അത് റേഞ്ചിലേക്ക് പോകാം. കിത്തന ദേത്തി ഹേ എന്നുള്ളത് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റേഞ്ചിന്റെ കാര്യം പറയുമ്പോൾ 500 കിലോമീറ്റർ ആണ് മാരുതിയുടെ സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയുടെ EV വേർഷൻ എന്ന് പറയുന്നത് വിറ്റാരയ്ക്ക് വരുന്ന ഒരു റേഞ്ച്. പക്ഷെ അങ്ങനെ വേർഷൻ എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഗ്രാൻഡ് വിറ്റാരയുടെ ബാറ്ററിയും അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയാൻ പറ്റും, കാരണം അത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. ഓക്കെ, ഗ്രാൻഡ് വിറ്റാരയുടെ എഞ്ചിനും ബാറ്ററിയും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഒരു മോട്ടർ ഫിറ്റ് ചെയ്ത് വലിയൊരു ബാറ്ററി പാക്കും വെച്ച് വരുന്ന വണ്ടിയൊന്നുമല്ല വിറ്റാര. വിറ്റാര നമ്മൾ ഇന്റർനാഷണൽ മോഡൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് കാറാണ്. ആ ഇലക്ട്രിക് കാറിന്റെ ഗുണമെന്ന് പറയുന്നത് റേഞ്ച് മാത്രമല്ല, പവർഫുൾ ആണെന്ന് മാത്രമാണ്. പിന്നെ ഈ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാവുന്ന റേഞ്ച് ആയിട്ട് തോന്നി, കാരണം BYDയുടെ ബാറ്ററി പാക്കുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വിറ്റാര. ഇപ്പോൾ BYDയുടെ വണ്ടി വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അപ്പോൾ ബാറ്ററി പാക്കുള്ള വണ്ടി നമുക്ക് നമ്മുടെ ആ ഒരു സർവീസ് ഈസി ആയിട്ടുള്ള, അതുപോലെ സപ്പോർട്ട് ഈസി ആയിട്ടുള്ള മാരുതി സുസുക്കിന്ന് കിട്ടുമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതൊരു വലിയ കാരണമാണ് വിറ്റാരെ കാത്തിരിക്കാനായിട്ട്. 49 കിലോവാട്ട് അവറും 61 കിലോവാട്ട് അവർ 2 ബാറ്ററി പാക്കാണ് പറയുന്നത്. 2 വീൽ ഡ്രൈവ് ആണ്, ഓൾ വീൽ ഡ്രൈവ് ഒന്നുമല്ല അവർ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റ് ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് റേഞ്ചിൽ മാത്രമല്ല പവറിലും ഉണ്ട്. 61 കിലോവാട്ട് അവർ ബാറ്ററി ഉണ്ടല്ലോ, അതെന്തായാലും 500 കിലോമീറ്ററോളം പോകുന്ന പറയുമ്പോൾ BYDയുടെ ഒരു ഹിസ്റ്ററി അനുസരിച്ച് BYDയുടെ ബാറ്ററി പാക്കാണ്. ആ ബാറ്ററി പാക്ക് അസംബിൾ ചെയ്യുന്ന പോലും ലോക്കലല്ല, BYDന്ന് മേടിക്കാണ് ഒരു മാരുതി സുസുക്കി ചെയ്യുന്നത്. പണ്ടൊക്കെ ഫിയറ്റിന്റെ ഒക്കെ എഞ്ചിൻ ഒക്കെ എടുത്ത പോലെ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഫിയറ്റിന്റെ എഞ്ചിൻ അസംബിൾ ആയിരുന്നില്ല. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ ബാറ്ററി പാക്കുമായി വരുന്ന ഈ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 142 ഹോഴ്സ് പവർ ആണ്. 49 കിലോവാട്ട് അവർ ബാറ്ററിയുടെ. മറ്റേ വണ്ടിക്ക് 172 ഹോഴ്സ് പവർ ഉണ്ട്. 172 ബ്രേക്ക് ഹോഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവറാണ്. പ്രത്യേകിച്ചും ഒരു ഇലക്ട്രിക് കാറിന്റെ ഒരു കാര്യം പറയുമ്പോൾ, ഒരു മാരുതി സുസുക്കിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാരുതിയിലെ ഏറ്റവും പവർ കൂടിയ വണ്ടിയായിരിക്കും വിറ്റാര എന്നുള്ളതാണ്. രണ്ടിനും 192.2 ന്യൂട്രൺ മീറ്റർ ആണ് ടോർക്ക്. അപ്പോൾ വലിച്ചു കയറി പോകാനുള്ള കാര്യമുണ്ട്. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി തന്നെയാണ് BYDയുടെ ബാറ്ററി. വിറ്റാരയുടെ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വിറ്റാരയുടെ ആക്സിൽ എന്ന് പറയുന്നത് ബ്ലൂ നെക്സസ് കോർപ്പറേഷനും ഏഷ്യൻ കോർപ്പറേഷനും ഡെൻസോ കോർപ്പറേഷനും കൂടി ജോയിൻലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയുടെ അല്ലെങ്കിൽ മാരുതിയുടെ ആദ്യ മാസ് പ്രൊഡക്ഷൻ ഇലക്ട്രിക് കാറാണല്ലോ വിറ്റാര. അപ്പോൾ അതിന് കുറേ അധികം പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 500 കിലോമീറ്റർ റേഞ്ച് എന്നുള്ളത് തന്നെ വലിയ പ്രത്യേകത. അതിന്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ കാത്തിരിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് വിറ്റാര എന്നുള്ളതാണ്. ബാക്ക് സീറ്റിലെ ഒരു കാര്യം ഞാൻ കണ്ടു. അതായത് പുതിയ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ബാക്ക് സീറ്റിലെ മൂവ്മെന്റും അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡിങ് കാര്യങ്ങളും പിന്നെ റിക്ലൈനിങ് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ മാരുതി കാണാത്ത ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. ഇതുവരെ മാരുതി കാണാത്ത ഒരു പ്ലാസ്റ്റിക് ഡിസൈൻസ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു റീഫ്രഷ്ഡ് പുതുമയുള്ള മാരുതി സുസുക്കി എന്നുള്ള ഒരു കാര്യം കൂടി വിറ്റാരയ്ക്കുണ്ട്. അപ്പോൾ വിറ്റാരയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കേരളത്തിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ ഷോറൂമുകളിലും കൊച്ചിയിൽ ആ വണ്ടി സോഫ്റ്റ് ലോഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ലോഞ്ച് കഴിഞ്ഞ് കാണും. അപ്പോൾ എന്തായാലും വിറ്റാര അടുത്തെത്തി എന്നുള്ളത് ഉറപ്പാണ്. കാത്തിരിക്കാനായിട്ട് ഒരു കാരണം വിറ്റാര എന്ന് പറയാം. ഇനിയുള്ള കാരണം എന്ന് പറയുന്നത് ഓൾ വീൽ ഡ്രൈവാണ്.
ആ ഓൾ വീൽ ഡ്രൈവിനെ കാണാനാണ് ഈ കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങൾ ടാറ്റ ഫാക്ടറി പോയത്. അത് ഏത് വണ്ടി? അത് വേറൊരു വണ്ടിയല്ല, നമ്മുടെ ഹാരിയർ EV ആണ്. ഹാരിയർ EV എന്ന് പറയുന്നത് ശരിക്കും ഹാരിയർ എന്ന് പറയുന്ന വണ്ടി ഇന്ത്യക്കാർക്ക് അത്യാവശ്യം ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ജനപ്രീതി കൂടുതൽ നേടിക്കൊടുത്തൊരു വണ്ടി എന്ന് പറയാം. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ആ ഒരു പ്രൈസ് പോയിന്റിൽ. ഫോർ എക്സാമ്പിൾ ഹുണ്ടായുടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് 2 ലിറ്റർ എഞ്ചിനുള്ള ഹാരിയറിന്റെ ഡ്രൈവബിലിറ്റി ഒക്കെ നല്ലതാണ്. ഓക്കെ, അതങ്ങോട്ട് മാറ്റിയെടുത്താം. ഈ മോഡലിന്റെ ഒരു ഇലക്ട്രിക് വേർഷൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് എന്നുള്ളതാണ്. ഡ്യുവൽ മോട്ടർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം ഇന്നലെ കാണിച്ച ഒരു അഭ്യാസങ്ങളിൽ അല്ലെങ്കിൽ കാണിച്ച ഷോ എന്ന് പറയുന്ന ഷോ ഓഫിൽ ആ വലിയ റാമ്പിലൂടെ കയറി ഇറങ്ങിയതൊക്കെ ഈസി ആയിട്ടായിരുന്നു. പിന്നെ അവർ ആ റോട്ടിലൂടെ ഓടിച്ച അണ്ടർസ്റ്റെയർ ആവാത്ത എന്നാൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് കോർണറിങ് പോലുള്ള ഡ്രൈവിംഗ് ഒക്കെ ചെയ്തതൊക്കെ ആ വണ്ടിയുടെ കാപ്പബിലിറ്റി ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വലിയൊരു EV എന്നുള്ളത് തന്നെയാണ്. വലിയൊരു EV എന്ന് പറയുമ്പോൾ അതിൻ്റെയും ഒരു പ്രത്യേകത 500 കിലോമീറ്ററോളം റേഞ്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡുവൽ മോട്ടറുള്ള ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഒരു വണ്ടി, ഒരു SUV, ഒരു വലിയ SUV, ഒരു ബിഗ് സൈസ് SUV എന്ന നിലയ്ക്ക് 500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ ശരിക്കും ടാറ്റ കർവിന് ആ റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത്, നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കിയാൽ അതൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഹാരിയറിന് കുറേ അധികം ടേക്കേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഹാരിയറിന്റെ EV എന്ന് പറയുമ്പോൾ ഒരിത്തിരി ഒരു പ്രീമിയം ആയിട്ട് തോന്നി. ഇപ്പൊ ലുക്കിലൊക്കെ കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ജനറേഷൻ ഹാരിയറിന്റെ ഏറ്റവും അവസാനത്തെ ഒരു രൂപം എന്നൊക്കെ തന്നെ പറയാം. ഉടൻ തന്നെ ഫേസ് ലിഫ്റ്റിന് പകരം ഒരു വലിയ ജനറേഷൻ ചേഞ്ച് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഹാരിയർ EVയും കാത്തിരിക്കാൻ റീസൺസ് ഉണ്ട്. അതിന്റെ ഒരു കാരണം ഓൾ വീൽ ഡ്രൈവ് എന്നുള്ളത് തന്നെയാണ്. ഒരു കാരണം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിന് ഇലക്ട്രിക് കാറുകളുള്ള ഹിസ്റ്ററിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 ലക്ഷത്തോളം ഇലക്ട്രിക് കാറുകൾ വിറ്റു എന്നുള്ളത് അവർ ഊന്നി പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു .tv ഡേയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കിയ ഹിസ്റ്ററിയുള്ള ടാറ്റ മോട്ടോഴ്സിന് ഒരു ഓൾ വീൽ ഡ്രൈവ് കാർ വരുന്നു എന്ന് പറയുമ്പോൾ ഒരിത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഗ്രാൻഡ് വിറ്റാരയും അല്ലെങ്കിൽ ഹാരിയർ EVയും ഒരേ പ്രൈസ് പോയിന്റിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് ഹാരിയർ EVയുടെ പ്രൈസ് പോയിന്റിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഞാൻ വിറ്റാരയുടെ ഒന്ന് എക്സ്പെക്ട് ചെയ്തു എന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഏത് ഇലക്ട്രിക് കാറായിരിക്കും? ഹാരിയറോ ഈ വിറ്റാരയോ? പറയൂ. കാത്തിരിപ്പിനുള്ള അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ടാറ്റ സിയാറയാണ്. ടാറ്റ സിയാറ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. റോട്ടിലിറങ്ങി എപ്പോഴും കാണാം, കുറച്ചൊക്കെ കാണാം. ഇനി അതും കാണാൻ പറ്റില്ലെങ്കിൽ യൂട്യൂബ് കയറിയിട്ട് ടാറ്റ സിയറ വണ്ടി പ്രാന്തം അടിച്ചാൽ നിങ്ങൾക്ക് അവിടെ എൻ്റെ റിവ്യൂ കാണാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ടാറ്റ സിയറയുടെ പുതിയ വണ്ടി, പുതിയ മോഡൽ വരുന്നു, പുലി എന്ന് പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞിട്ട് കുറച്ചായി. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചായിരുന്നു. ഈ ഓട്ടോ എക്സ്പോയിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കാണിച്ചു. അത് മാത്രമല്ല, നമ്മൾ ടാറ്റ ഡിസൈനർ ആയിട്ടുള്ള മാർട്ടിനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ വർഷം അഥവാ അടുത്ത മാസങ്ങൾക്കുള്ളിൽ ടാറ്റ സിയാറ വരുമെന്നുള്ളതാണ്. ഇലക്ട്രിക് കാറുകളുടെ മഴയിൽ അല്ലെങ്കിൽ റെയിൻ ഓഫ് ഇലക്ട്രിക് കാർസിൽ ഒരു ഐസ് വേർഷൻ വരുന്നത് ടാറ്റ സിയാറയാണത്രേ. ആദ്യം EV വരുമോ ഐസ് വരുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം. പക്ഷേ ടാറ്റ സിയറയ്ക്ക് ഐസ് വേർഷൻ അത് വരികയാണെങ്കിൽ തന്നെ 1.5 ലിറ്റർ ഹൈപ്പീരിയോൺ ആയിരിക്കുമോ, അതോ വലിയ എഞ്ചിൻ ഉണ്ടാവുമോ, അതല്ലെങ്കിൽ ഡീസൽ മോഡലിന്റെ സ്പെക്ക് എന്തായിരിക്കും? അങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു വലിയ പ്രൈസി ആയിട്ടുള്ള വണ്ടിയാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരു ആഗ്രഹം കൂടിയാണത്. അതായത് 20 ലക്ഷം രൂപ താഴെയൊക്കെ നമുക്ക് ആ വണ്ടി കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു മോഹമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മോഹമുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. എന്തായാലും EV വന്നാലും ഐസ് കാർ വന്നാലും എനിക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് അതിന്റെ ഡീസലാണ് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ. ഈ വണ്ടി കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കാണ്. പക്ഷേ ടാറ്റ സിയറ എന്ന ഒരു ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഘടകങ്ങൾ എടുത്തിട്ടുണ്ട്. സ്റ്റിൽ 2 വൈപ്പർ പിന്നിലില്ല. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് വൈപ്പറൊക്കെ 3 താഴത്തേക്കാണ്. വൈപ്പർ ഹൈഡ് ചെയ്ത ആ ഒരു ട്രെൻഡ് വരും എന്ന് തോന്നുന്നു. കാരണം എനിക്കൊന്ന് വിദേശത്തൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് വൈപ്പർ ഇല്ലാത്ത ക്ലീൻ റിയർ വിൻഷീൽഡാണ് ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളത്. അങ്ങനെ ഈ അടുത്ത് ഞാൻ റോഡിലേക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഭംഗിയുള്ളൊരു വണ്ടിയും കണ്ടു. അത് മറ്റൊരു വണ്ടിയല്ല, ടാറ്റയുടെ അല്ലെങ്കിൽ നെക്സോൺ അല്ല, അല്ലെങ്കിൽ കർവല്ല, അത് സ്കോഡയുടെ കൈലാക്കാണ്. സ്കോഡ കൈലാക്കിന്റെ പിന്നിൽ വൈപ്പർ എടുത്ത് കളഞ്ഞപ്പോൾ ക്ലീൻ ആയിട്ട് ഭംഗിയായിട്ടുള്ള ഡിസൈനായിട്ട് കൈലാക്കിന്റെ ബാക്ക് മാറിയിട്ടുണ്ട്. സിഗ്നേച്ചർ വേർഷനാണ് ഞാൻ പറയുന്നത്. എന്തായാലും സിയാറ വരുമ്പോൾ സിയാറയുടെ സീറ്റിംഗ് കോൺഫിഗറേഷൻ എന്തായിരിക്കും, സീറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കും, സീറ്റുകളുടെ കംഫർട്ട് എന്തായിരിക്കും, അതിന്റെ റൈഡബിലിറ്റി എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ഡ്രൈവബിലിറ്റി എങ്ങനെയായിരിക്കും, അങ്ങനെ കുറെ അധികം സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സ്റ്റിൽ ടാറ്റ സിയാറ വരുന്നു എന്നുള്ളത് നമുക്ക് ഒരിത്തിരി പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിന്റെ പെഡിഗ്രി സഫാരിയുടെ പെഡിഗ്രി ആയിട്ടുള്ള 4x4 സഫാരി വന്നപ്പോൾ കുടന്നില്ല. പുതിയ സഫാരി 2 വീൽ ഡ്രൈവ് ആയിരുന്നു. സോഫ്റ്റ് ആയി പോയി, വേഷം മാറിപ്പോയി. ആ ഒരു മസിലൊക്കെ മാറി കുറച്ചൊരു സോഫ്റ്റർ സൈഡായിട്ടുള്ള വണ്ടിയായി. എന്നാൽ സിയറ വരുമ്പോൾ ഈ പരാതി തീർത്തിട്ട് ഓൾ വീൽ ഡ്രൈവ് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹാരിയർ EV ഓൾ വീൽ ഡ്രൈവ് വരുന്നതുകൊണ്ട് തന്നെ സിയറ EVക്ക് ഒരു ഓൾ വീൽ ഡ്രൈവിന് പോസിബിലിറ്റി ഉണ്ടല്ലേ, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടാറ്റ സിയറയും നമുക്ക് കാത്തിരിക്കാവുന്ന ഒരു വണ്ടിയാണ്. ഇനി പറയാൻ പോകുന്ന കമ്പനി അല്ലെങ്കിൽ ഇനി കാത്തിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ശരിക്കും ആ കമ്പനി കുറച്ച് വീക്കാ.
തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തകരൊന്നുമില്ല, എന്നാലും ഒരിത്തിരി ഡൗൺ ആയിക്കൊണ്ടിരുന്ന കമ്പനിയാണ് അമേരിക്കയിലെ ടെസ്ലയെ കുറിച്ച് ഞാൻ പറയുന്നത്. എന്നെ ടി വിയിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു, ടെസ്ല വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അവർ ലേറ്റ് ടു ദ പാർട്ടിയാണ് എന്നാണ്. ലേറ്റ് ടു ദ പാർട്ടി എന്ന് പറയുമ്പോൾ ഒക്കെ അറിയാലോ, മാർക്കറ്റിൽ ഇലക്ട്രിക് കാറുകളുടെ തരംഗം ഉണ്ടാക്കിയത് ടെസ്ലയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ വിപ്ലവം ഉണ്ടാക്കിയത് ടെസ്ലയാണ്. ഓക്കെ, പക്ഷെ അതൊക്കെ അമേരിക്കയില, ഇന്ത്യയിലല്ല. ഇവിടെ ടാറ്റ മോട്ടോഴ്സ് 2 ലക്ഷം കാർ വിറ്റ് കഴിഞ്ഞു. കൂടാതെ മഹീന്ദ്രയുടെ B6. ഇവിടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓടിക്കാൻ ഉതകുന്ന ഇലക്ട്രിക് കാറുകളുണ്ട്. ക്വാളിറ്റിയും ബെറ്റർ ആയിട്ടുള്ള വണ്ടികളുണ്ട്. ടെസ്ലയുടെ ക്വാളിറ്റിയേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള ഇലക്ട്രിക് കാറുകളുണ്ട്. മെഴ്സീഡീസ് ഒക്കെ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ടെസ്ല ഈ ഒരു സമയത്ത് ഒരു ഇലക്ട്രിക് കാർ കൊണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ടെസ്ല വരുന്നു എന്നുള്ള എക്സൈറ്റ്മെന്റ് റിസ്ക് നിർത്തിയ കാര്യമായിട്ട് വല്ലതും ഉണ്ടോ? പ്രത്യേകിച്ചും CBU ആ റൂട്ടിലാണ് വരിക. 60 ലക്ഷം രൂപയൊക്കെ വില ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്രയും വില കൊടുത്ത് വാങ്ങുന്ന ആളുകളുണ്ടായിരിക്കും. ഓക്കെ, അത്രയും വില കൊടുത്ത് വാങ്ങാൻ ഓട്ടോണമസ് കാർ അല്ലെങ്കിൽ ഓട്ടോണമസ് ഡ്രൈവുള്ള കാറാണെന്നും, അതുപോലെ ഓട്ടോ പൈലറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ടെന്നും, ലുഡിക്കസ് മോഡ് പോലുള്ള വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള മോഡ് ഉണ്ടെന്നും, 0 to 100 എന്ന് പറയുന്നത് ക്വിക്കായിട്ട് എത്തുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാലും ടെസ്ല വന്നാലും ടെസ്ലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെ പറയുമ്പോൾ ടെസ്ല വരുന്നു എന്നുള്ള ഒരു, ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു, ഒരു അമേരിക്കൻ കമ്പനിയോട് ഇന്ത്യയിലേക്ക് വരുന്നു, ഒരു കാർ കമ്പനിയോട് നമുക്ക് കിട്ടും എന്നുള്ള എക്സൈറ്റ്മെന്റ് ഒഴിച്ചാൽ, ടെസ്റ്റ് ഡ്രൈവ് നോക്കാം എന്നുള്ള എക്സൈറ്റ്മെന്റ് ഒഴിച്ചാൽ വലിയൊരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിട്ടില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ. അതായത് ഞാൻ ചാനൽ ചർച്ചയിലും ഇത് തന്നെ പറഞ്ഞത്, വരുന്നത് വരട്ടെ, പക്ഷേ ലേറ്റ് ടു ദ പാർട്ടിയാണ്. കുറച്ച് വൈകിപ്പോയി, കുറച്ചൊന്നല്ല കുറച്ച് അധികം വൈകിപ്പോയി എന്നുള്ളതാണ്. ടെസ്ല ഏത് മോഡലായിരിക്കും വരിക? മോഡൽ 3 ആയിരിക്കും എന്ന് തോന്നുന്നു. മോഡൽ X വരുമോ? വന്നാൽ നല്ലത്. എന്തായാലും സൈബർ ട്രക്ക് ഒന്നും വരില്ല. വരുമോ? പിന്നെയുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് റെനോ ഡസ്റ്റർ വരുന്നതാണ്. റെനോ ഡസ്റ്റർ വരുന്നതെന്ന് പറയുമ്പോഴും അത് 2026 അതുകൊണ്ട് ഉടനെ വരുന്നു എന്ന് പറഞ്ഞു വരുന്ന വീഡിയോകൾ അത്ര വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, നമുക്കത് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, റെനോ ഡസ്റ്റർ വരുമ്പോൾ വരട്ടെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അടുത്തൊരു വണ്ടി, ഒരു ഇത്തിരി കൂടി എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെന്റുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത് അർബൻ ക്രൂസറിന്റെ EV ആണ്. ഞാനത് കണ്ടു. ഗ്രാൻഡ് വിറ്റാരയുടെ EV ആയിട്ടുള്ള വിറ്റാര, അർബൻ ക്രൂസർ ഹൈറൈഡറിന്റെ ഒരു EV ആയിട്ടുള്ള അർബൻ ക്രൂസർ EV, ഇത് രണ്ടും നമ്മൾ ഓട്ടോക്സ്പോയിൽ കണ്ടു. ഒരിത്തിരി കൂടി സെക്സി ആയിട്ടുള്ള രൂപമായിട്ട് അർബൻ ക്രൂസറിന്റെ EV തോന്നിയിട്ടുണ്ട്. ഒരിത്തിരി കൂടി അഴകളവുകളുടെ ഒരു ബാഹുല്യം കൂടുതലാണ് ആ വണ്ടിക്ക്. ഓക്കെ, ഇതൊക്കെ പറയേണ്ട കാര്യമില്ല, കാണാത്തിരി കൂടി ഭംഗിയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ വണ്ടി തുറന്ന് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ വിറ്റാര വന്നതിന് ശേഷം നമുക്ക് ആ ഒരു വണ്ടിയെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സ്റ്റിൽ നമുക്ക് പറയാം മാരുതിയുടെ മോഡൽ ടൊയോട്ടയിലും വരുന്നുണ്ട്. ഇനി പോളോയ്ക്ക് കുറേയധികം ഫാൻസ് ഇന്ത്യയിലുണ്ട്, പ്രത്യേകിച്ചും പോളോ GTIക്ക്. പക്ഷെ പോളോ GTIയുടെ കഥ കഴിഞ്ഞു ഇന്ത്യയിൽ പ്രത്യേകിച്ചും. ഇനി ഇവിടെ വരാൻ പോകുന്നത് കൺഫേം ചെയ്തിട്ടുള്ളത്, ഫോക്സ്വാഗൺ കൺഫേം ചെയ്ത വണ്ടി എന്ന് പറയുന്നത് ഗോൾഫ് GTI ആണ്. കൂടാതെ ടിഗോ ആൻഡ് ആർലൈനും അവിടെ നിൽക്കട്ടെ. ഗോൾഫ് GTI വരുന്നതെന്ന് പറയുമ്പോൾ പോളോ GTI അല്ല ഗോൾഫ് GTI, അറിയാലോ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിർട്ടസിന്റെ ഹാച്ച് ബാക്ക് മോഡലെന്ന് പോളോ GTI പറയുകയാണെങ്കിൽ ജെറ്റയുടെ മോഡലെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഗോൾഫിന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിളാണ്, ഞാനൊരു എക്സാക്ട് കാര്യമല്ല പറഞ്ഞത്, അറിയാൻ വേണ്ടി, എളുപ്പത്തിൽ അറിയാൻ വേണ്ടി പറയാം. എന്ന് വെച്ചാൽ പോളോ GTIയുടെ മുകളിൽ നിൽക്കുന്ന വണ്ടി തന്നെയാണ് ഗോൾഫ് GTI. അപ്പോൾ ഗോൾഫ് GTI വരുന്നതെന്ന് പറയുമ്പോൾ കുറച്ചധികം ആളുകളെ അത് എക്സൈറ്റ് ചെയ്യിക്കും. പക്ഷേ അങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അതിന് ഏറെക്കുറെ 50 ലക്ഷം രൂപയോളം വില ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും, 265 ഹോഴ്സ് പവറും 370 ന്യൂട്ടൺ മീറ്ററുമാണ് അതിന്റെ പവർ ടോർക്ക് ഫിഗറുകൾ പറയുന്നത്. ഈ 50 ലക്ഷം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രൈസാണ്. പിന്നെ അവര് ഗോൾഫ് GTIയുടെ പരസ്യം അല്ലെങ്കിൽ പത്രത്തിന്റെ റിപ്പോർട്ട് നമുക്ക് അയച്ചപ്പോൾ, പ്രസ് റിലീസ് അയച്ചപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചും പറയുന്നുണ്ട് ഈ ഫോട്ടോ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്, ശരിക്കും പറഞ്ഞാൽ ഗോൾഫ് ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരട്ടെ, വന്നാലേ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. സ്റ്റിൽ ഗോൾഫ് GTI ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതൊരു നല്ല വാർത്തയാണോ അല്ലേ എന്നുള്ളത് നിങ്ങളാണ് താഴെ കമന്റ് ചെയ്യുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോളോ GTI ആണോ, അതോ നിങ്ങൾ ഗോൾഫ് കൊണ്ട് സംതൃപ്തരാണോ? ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, എന്റെ മനസ്സിലെ എക്സൈറ്റ്മെന്റ്, ഞാൻ കാത്തിരിക്കുന്ന ഒരു വണ്ടി, അതേതാണെന്ന് വെറുതെ ഒന്ന് പറയാട്ടോ. ഓക്കെ, വാങ്ങാൻ പോകുന്നുണ്ടോന്നും അല്ലെങ്കിൽ വാങ്ങുന്നുണ്ടോ എന്നുള്ളതല്ല പറയുന്നത്. ഒരു വണ്ടി വാങ്ങാനുള്ള പ്ലാൻ ഒന്നുമില്ല, എന്നാലും ഒരു ഓടിക്കാനുള്ള എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് MGയുടെ സൈബർസ്റ്റർ ആണ്. കൺവേർട്ടബിൾ, 2 ഡോർ കൺവേർട്ടബിൾ. നമ്മൾ ഇന്ത്യയിൽ മിസ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിയാണത് കൺവേർട്ടബിൾസ്. നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്ത പല വണ്ടികളുണ്ട്, പല ആളുകളും കയ്യിൽ വണ്ടികളുണ്ട്. പിന്നെ കാബ്രിയോലകൾ കുറേ ഉണ്ട് പ്രീമിയം കാറുകളിൽ. അതിനേക്കാൾ ഉപരി ഈ ഒരു സൈബർസ്റ്ററിന് എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BMW മോഡലുകൾ, മെഴ്സീഡസ് ബെൻസിന്റെ മോഡലുകൾ, അതല്ലെങ്കിൽ പോർഷ മോഡലുകൾ, അങ്ങനെയുള്ള വലിയ വലിയ മോഡലുകൾക്ക് വിഭിന്നമായിട്ട് MGയുടെ സൈബർസ്റ്റാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സാധാരണക്കാർക്ക് കൂടി കൺവേർട്ടബിൾ ഒന്ന് ഓടിച്ചു നോക്കാനെങ്കിലും പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഈ വണ്ടിയിലേക്ക് എന്നെ കൂടുതൽ ആകർഷിച്ചത്. എനിക്ക് പ്രത്യേകിച്ചും കൺവേർട്ടബിൾസ് ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന്റെ കൂടെ ഇത് റിയർ വീൽ ഡ്രൈവ് ആണെന്നാണ് പറയുന്നത്. അതായത് പിന്നിലെ ആക്സിലാണ് മോട്ടർ, അതൊരു വലിയ കാര്യമാണ്. അത് നമുക്ക് ആ ഒരു
ഫൺ എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയുന്നത്. ഈ വണ്ടി ഞാൻ നേരിട്ട് കണ്ടു, കാണാനും അടിപൊളി ലുക്കാണ്. അടിപൊളി ലുക്ക് എന്ന് ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറില്ല, പക്ഷേ ഒരു കൺവേർട്ടബിളിന് വേണ്ടിയുള്ള നല്ല ഒരു രൂപം ഈ ഒരു സൈബർ സ്റ്റാറിനുണ്ട്. അതും കൂടെ കൊണ്ടാണ് ഈ ഒരു വണ്ടി എന്നെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇതിന്റെ പവർ ഫിഗറിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല പവർഫുൾ എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് ഏറെക്കുറെ 520 കിലോമീറ്ററോളം റേഞ്ച് പറയുന്നുണ്ട്. നല്ല കാര്യം. 2 ഡോർ കൺവേർട്ടബിൾ, ഒരുപാട് ലോങ് നമ്മൾ പോയില്ല, നമ്മൾ അത് ഉപയോഗിക്കുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും. ഓക്കെ, വരട്ടെ, വന്ന് കാണാം, കാത്തിരുന്ന് കാണാം. 537 ഹോഴ്സ് പവർ, വാവ്. 77 കിലോ വാട്ട് അവർ ബാറ്ററി, വാവ്. 3.2 സെക്കൻഡ്സ് 100, വാവ്. റിയർ വീൽ ഡ്രൈവ്, വാവ്. ഇത്രയും വാവ് പോരെ? ഈ കാര്യങ്ങൾ മാത്രം മതി ഒരു വണ്ടി കാത്തിരിക്കാനായിട്ട്. ആ ഒരു കാത്തിരിപ്പിനാണ് എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. 1960കളിലെ MGB റോഡ്സ്റ്റർ എന്നുള്ള ആ ഒരു കാറിന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ഇലക്ട്രിക് കാറാണ് MG സൈബർ സ്റ്റാർ. അപ്പൊ നിങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ EV വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഏത് EV മേടിക്കും? ഞാൻ ഈ വിറ്റാര കൺസിഡർ ചെയ്യും. നേരിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്ക് അതിലത്ത് ഒത്തിരി ഒരു പ്രശ്നം തോന്നിയത് പിൻസീറ്റിലെ സ്ഥലക്കുറവാണ്. ഹാരിയർ EV എന്തുകൊണ്ട് നോക്കില്ല? ഹാരിയർ നോക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഓൾ വീൽ ഡ്രൈവ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് EV ആണ് താല്പര്യമെങ്കിൽ ഉറപ്പായിട്ട് നോക്കാം. പക്ഷേ ഹാരിയറിന് പഴയ ഹാരിയറുമായിട്ടുള്ള സാമ്യതകളുണ്ട്. പിന്നെ ബാറ്ററി പാക്ക് വെച്ചൊരു ഹാരിയർ എന്നാണ് നമ്മൾ ഹാരിയർ EVയെ കുറിച്ച് പറയുന്നത്. അതും അല്ലെങ്കിൽ ഒരു പുതിയ EV അല്ല, അത് ഓൾറെഡി നമ്മൾ കണ്ടു വന്ന ഒരു വണ്ടിയുടെ EV വേർഷൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ഹാരിയർ. ഓക്കെ, അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് വണ്ടിയെ ശരിക്കും അറിയാം. A to Z വണ്ടി കാര്യങ്ങൾ അറിയാം, അതിൻ്റെ പ്രശ്നങ്ങൾ അറിയാം, എല്ലാം അറിയാം. അത് EV ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ജീവിക്കാൻ എളുപ്പമായിരിക്കും. ടാറ്റ മോട്ടോഴ്സ് ഹാരിയർ EV കൊണ്ട് അത്യാവശ്യം അഭ്യാസങ്ങളൊക്കെ കാണിച്ചെങ്കിലും അവര് BE6 അന്ന് BE6 ആണ്, ഇപ്പോൾ B6 ആണ്. ആ സംഗതിയിൽ കാണിച്ച പോലെ ഡ്രിഫ്റ്റ് ഒന്നും പെർഫോം ചെയ്തില്ല, അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു സർക്കിൾ അടിച്ച സ്പീഡിൽ, ഹൈ സ്പീഡിൽ. പക്ഷെ അത് കോർണർ കാണിക്കുന്ന പോലെ അല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായി കാണാനും വഴിയില്ല. കൊറിയോഗ്രാഫി നല്ലതായിരുന്നു, കാണിച്ച ട്രിക്കുകളും അല്ലെങ്കിൽ കാണിച്ച ആ ഒരു ഡ്രൈവിങ്ങിന്റെ പാറ്റേൺസ് ഒക്കെ നല്ലതായിരുന്നു. മുകളിലേക്ക് റാമ്പിൽ കയറ്റി നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു നെക്സോണിന്റെ ആദ്യ മോഡലിൽ അവർ റാമ്പ് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാമ്പ് കയറ്റി വന്നത് ഒരു പുതിയ കാര്യമല്ല. സ്റ്റിൽ ഒരു നല്ല സ്റ്റണ്ട് പെർഫോം ചെയ്യാനുള്ള അവസരം ഈ ഹാരിയർ EVക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവിനത് കാണാൻ പറ്റും, നമുക്ക് നോക്കാം. പിന്നെ ഡ്രിഫ്റ്റും ചെയ്യാൻ പറ്റും, ഓൾ വീൽ ഡ്രൈവ് അല്ലേ. പിന്നെ ഓൾ വീൽ ഡ്രൈവിന്റെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കണക്ഷൻ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കാണിക്കാമായിരുന്നു തോന്നി. അതൊക്കെ കമ്പനിയുടെ ഡിസിഷനാണ്. സ്റ്റിൽ കൗതുകമുണ്ടായിരുന്നു, ഒരുപാട് കൗതുകമുണ്ടായിരുന്നു കാണുമ്പോൾ, തുടങ്ങുമ്പോൾ. സിയറ എന്ന് പറയുന്നത് അതർ ഹാൻഡ് ഒരു വലിയ ലെഗസിയുള്ള ഒരു വണ്ടിയുടെ പുതിയ മോഡൽ വരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ വണ്ടിയുടെ രൂപമുള്ള ഒരു വില കുറഞ്ഞ വണ്ടി ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ഈ പറഞ്ഞ ഒരു അർബൻ ക്രൂസറിന്റെ ഒരു കാര്യം ഒക്കെ ഏത് മാരുതി വന്നാലും നമ്മൾ അതിന്റെ ടൊയോട്ട എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ ഏത് ടൊയോട്ട മോഡൽ വരുമ്പോൾ ഇതിന്റെ മാരുതി വരുമോ? ക്യാമറയ്ക്ക് നോക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ, ലാൻഡ് ക്രൂസറും തോന്നിയിട്ടില്ല കേട്ടോ. ഓക്കെ, എന്നാലും അങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പൈപ്പ് ലൈനുള്ള വണ്ടി തന്നെയാണ്, അതും കാത്തിരിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.